When my thoughts get loud, try to fight it, so I drink it down. ഹലോ ഫ്രണ്ട്സ്, മൈ ഇലക്ട്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ZY320 എന്ന RC പ്ലെയിനാണ്. ഫോം പ്ലെയിനാണിത്. ഇതാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. 3 കളറിലാണ് ഈ പ്ലെയിൻ നമുക്ക് കിട്ടുന്നത്: ബ്ലൂ, യെല്ലോ, റെഡ്. ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ റിമോട്ടിൻ്റെ ഫങ്ഷൻസ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അതായത് ലെഫ്റ്റ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ടേൺ ഓഫ് ടേൺ ഓൺ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ മേലെ തന്നെയാണ് ഇതിൻ്റെ യൂസർ മാനുവൽ ഉള്ളത്. യൂസർ മാനുവൽ നോക്കുന്നത് നല്ലതാണ്. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ളത് LED സ്വിച്ചുമാണ്. അതിനുശേഷം അതിൻ്റെ അകത്തെ മെയിൻ ത്രോട്ടിൽ സ്വിച്ചാണ് ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ അതിൻ്റെ എലിവേറ്റർ സ്വിച്ചും. മേളിലുള്ള 2 എണ്ണമാണ് അതിൻ്റെ ട്രിം ബട്ടൺ. ഇതിൻ്റെ അകത്തൊരു കവറിലായിട്ട് കുറച്ച് ആക്സസറീസ് കിട്ടും നമുക്ക്. ആക്സസറീസിൽ ഇതിൻ്റെ അകത്ത് ഇത് ബാറ്ററി ചാർജ് ചെയ്യേണ്ട ഒരു USB മൊഡ്യൂൾ പോലത്തെ ഒരു ഡിവൈസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ഈ ബാറ്ററിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ബാറ്ററി തിക്കി എടുക്കാനുള്ളൊരു ഡിവൈസ് ഉണ്ട്. ഒരു പുള്ളർ പോലത്തെ ഒരു സാധനമുണ്ട്. പിന്നെ എക്സ്ട്രാ 2 പ്രൊപ്പല്ലറും ഉണ്ട്. ഇത്ര ആക്സസറീസാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ RC പ്ലെയിന്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ സ്റ്റെബിലൈസർ, അതായത് മേലത്തെ 2 ചേരുവകൾ ഇതിൻ്റെ മുകളിൽ ഒരു ഹോളിലുണ്ട്. ആ ഹോളിലോട്ട് കറക്റ്റായിട്ട് ലെഫ്റ്റും റൈറ്റും മാറിപ്പോകാത്ത രീതിയിൽ കണക്ട് ചെയ്യണം. നമുക്കതിൻ്റെ റിമോട്ടിലോട്ട് ബാറ്ററി ഇടാം. 3 AAA ബാറ്ററിയാണ് ഇതിന് വേണ്ടത്. നമ്മൾ പവർ ഓണാക്കി അതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ച്. അതായത് പ്ലെയിനിലൊരു ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റിൻ്റെ സ്വിച്ചാണത്. അത് വേണം ഓൺ ഓഫ് ആക്കാം. അതിനുശേഷം നമുക്ക് പ്ലെയിനിലോട്ട് ബാറ്ററി ഇടാം. ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ഈ ബാറ്ററിയിലൊരു മെയിൽ കണക്ടർ ഉണ്ട്. ഈ മെയിൽ കണക്ടർ കറക്റ്റായിട്ട് ഫീമെയിൽ കണക്ടറിൽ, അതായത് പ്ലെയിനിലെ ഫീമെയിൽ കണക്ടറിലോട്ട് കണക്റ്റായിട്ട് ഇരിക്കുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുക. കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ലോക്കാക്കി ഇടുന്നത്. ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഒന്ന് ഓണാക്കുമ്പോൾ ഇത് ലൈറ്റ് ബ്ലിങ്ക് ആകാൻ തുടങ്ങും. ലൈറ്റ് ബ്ലിങ്ക് ആയതിന് ശേഷം റിമോട്ടിൽ ത്രോട്ടിൽ സ്വിച്ച്, അതായത് ലെഫ്റ്റ് സൈഡിലെ സ്വിച്ച് ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും ആക്കാം. അപ്പോൾ ഇത് പെയറാവും. അതിനുശേഷം നമുക്കിത് റൺ ചെയ്യാൻ തുടങ്ങാം. ഔട്ട് സൈഡിൽ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇൻസൈഡിലാണ് ഇത് പ്ലെയിൻ പറപ്പിക്കുന്നത്. പറപ്പിക്കാൻ ആയിട്ട് ഉള്ള സ്ഥലത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് പറപ്പിച്ച് നോക്കുവാണ്. ഇതുപോലെ ധാരാളം സ്ഥലങ്ങളിൽ ഞാൻ മുട്ടിച്ചും അല്ലാതെയും പറപ്പിച്ച് നോക്കി. ഒരു ഡാമേജും അങ്ങനെ ഒന്നും പറ്റുന്നില്ല. നല്ലൊരു RC പ്ലെയിനാണ്, പിള്ളേർക്ക് പറ്റിയതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക്
ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന വഴി ഞാനിടുന്ന ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും.